5 മണിക്ക് നീച്ച് 5:30 പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി റെഡിയായതാട്ടൊന്ന്. എങ്ങിട്ട് ഈ 5:30 നീച്ച് പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ കാക്കു ദുബായിന്ന് ലാൻഡ് ചെയ്യും. കാക്കുവിനെ കൊണ്ടാൻ വേണ്ടിട്ട് എയർപോർട്ട് വരെ ഒന്ന് പോവാട്ടോ. കാക്കു എന്ന് പറയുമ്പോ സ്വന്തം കാക്കു അല്ല, കസിൻ കാക്കു ആട്ടോ. കൊച്ചി എയർപോർട്ട് വഴിയാട്ടോ കാക്കു വരുന്നത്. അപ്പൊ കൊച്ചിക്കാട്ടൊന്ന് നമ്മൾ കൊണ്ടാൻ പോണത്. ഈ യുദ്ധം കാരണം ശരിക്കും എല്ലാരും നല്ലോണം ഇടങ്ങാറായിക്കും. അവിടെ ഉള്ളവർക്ക് മാത്രല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോവാനുള്ളവർക്കും വരാനുള്ളവർക്കും ഒക്കെ നല്ല റിസ്ക് ആട്ടോ. എന്തായാലും എല്ലാം പെട്ടെന്ന് റെഡി ആവട്ടെ. അങ്ങനെ കുറച്ചധികം നേരം അവിടെ എല്ലായിടത്തും തേരാപാര വെറുതെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാല് ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്താറ്. എന്താ ഇപ്രാവശ്യം നല്ല നേരത്തെ എത്തിയിട്ട് അവിടെ. അതുകൊണ്ട് കുറച്ചു നേരം തേരാപാര നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കാക്കൂനെ കണ്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് കയറിയതാ. മസാല ദോശ ഇട്ട് വാങ്ങിയത്. അതിന്റെ ഒപ്പം കിട്ടിയ വടക്ക് എല്ലാം ഇഷ്ടായിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, ശരി ബൈ. 5 മണിക്ക് നീച്ച് 5:30 പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി റെഡിയായതാട്ടൊന്ന്. എങ്ങിട്ട് ഈ 5:30 നീച്ച് പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ കാക്കു ദുബായിന്ന് ലാൻഡ് ചെയ്യും. കാക്കുവിനെ കൊണ്ടാൻ വേണ്ടിട്ട് എയർപോർട്ട് വരെ ഒന്ന് പോവാട്ടോ. കാക്കു എന്ന് പറയുമ്പോ സ്വന്തം കാക്കു അല്ല, കസിൻ കാക്കു ആട്ടോ. കൊച്ചി എയർപോർട്ട് വഴിയാട്ടോ കാക്കു വരുന്നത്. അപ്പൊ കൊച്ചിക്കാട്ടൊന്ന് നമ്മൾ കൊണ്ടാൻ പോണത്. ഈ യുദ്ധം കാരണം ശരിക്കും എല്ലാരും നല്ലോണം ഇടങ്ങാറായിക്കും. അവിടെ ഉള്ളവർക്ക് മാത്രല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോവാനുള്ളവർക്കും വരാനുള്ളവർക്കും ഒക്കെ നല്ല റിസ്ക് ആട്ടോ. എന്തായാലും എല്ലാം പെട്ടെന്ന് റെഡി ആവട്ടെ. അങ്ങനെ കുറച്ചധികം നേരം അവിടെ എല്ലായിടത്തും തേരാപാര വെറുതെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാല് ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്താറ്. എന്താ ഇപ്രാവശ്യം നല്ല നേരത്തെ എത്തിയിട്ട് അവിടെ. അതുകൊണ്ട് കുറച്ചു നേരം തേരാപാര നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കാക്കൂനെ കണ്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് കയറിയതാ. മസാല ദോശ ഇട്ട് വാങ്ങിയത്. അതിന്റെ ഒപ്പം കിട്ടിയ വടക്ക് എല്ലാം ഇഷ്ടായിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, ശരി ബൈ. 5 മണിക്ക് നീച്ച് 5:30 പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി റെഡിയായതാട്ടൊന്ന്. എങ്ങിട്ട് ഈ 5:30 നീച്ച് പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ കാക്കു ദുബായിന്ന് ലാൻഡ് ചെയ്യും. കാക്കുവിനെ കൊണ്ടാൻ വേണ്ടിട്ട് എയർപോർട്ട് വരെ ഒന്ന് പോവാട്ടോ. കാക്കു എന്ന് പറയുമ്പോ സ്വന്തം കാക്കു അല്ല, കസിൻ കാക്കു ആട്ടോ. കൊച്ചി എയർപോർട്ട് വഴിയാട്ടോ കാക്കു വരുന്നത്. അപ്പൊ കൊച്ചിക്കാട്ടൊന്ന് നമ്മൾ കൊണ്ടാൻ പോണത്. ഈ യുദ്ധം കാരണം ശരിക്കും എല്ലാരും നല്ലോണം ഇടങ്ങാറായിക്കും. അവിടെ ഉള്ളവർക്ക് മാത്രല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോവാനുള്ളവർക്കും വരാനുള്ളവർക്കും ഒക്കെ നല്ല റിസ്ക് ആട്ടോ. എന്തായാലും എല്ലാം പെട്ടെന്ന് റെഡി ആവട്ടെ. അങ്ങനെ കുറച്ചധികം നേരം അവിടെ എല്ലായിടത്തും തേരാപാര വെറുതെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാല് ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്താറ്. എന്താ ഇപ്രാവശ്യം നല്ല നേരത്തെ എത്തിയിട്ട് അവിടെ. അതുകൊണ്ട് കുറച്ചു നേരം തേരാപാര നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കാക്കൂനെ കണ്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് കയറിയതാ. മസാല ദോശ ഇട്ട് വാങ്ങിയത്. അതിന്റെ ഒപ്പം കിട്ടിയ വടക്ക് എല്ലാം ഇഷ്ടായിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, ശരി ബൈ.